പത്തനംതിട്ട ആറന്മുളയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. 2 പോളിംഗ് ഓഫീസർമാർക്കും BLOയ്ക്കുമെതിരെയാണ് നടപടി. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്തെ, ഈ നടപടിയുടെ വിശദാംശങ്ങൾ. അതുപോലെ തന്നെ പോളിംഗ് ഓഫീസർമാരായ കലാ എസ് തോമസ് അടക്കമുള്ള 3 പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മെഴുവേലിയിലെ 142 ബൂത്തിൽ ഇത്തരത്തിൽ കള്ള വോട്ട് എന്ന ആക്ഷേപം ഉയർന്നത്. ഒരു മരിച്ച അന്നമ്മ എന്ന ആളുടെ പേര് കൃത്യമായ രീതിയിൽ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. 6 വർഷം മുൻപ് മരിച്ച അന്നമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വോട്ടർ പട്ടികയിൽ ഇതേ ക്രമനമ്പർ അനുസരിച്ച് അപേക്ഷ നൽകുകയും അതിനനുസരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഈ അന്നമ്മയുടെ വോട്ട് ചെയ്താകട്ടെ മരുമകളായ അന്നമ്മയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ അന്നമ്മയും കിടപ്പ് രോഗിയാണെന്നൊരു വാദമാണ് BLO അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പരാതിക്കാരായ LDF പാലിയേറ്റീവ് കെയർ ലിസ്റ്റിലടക്കം അവരുടെ പേരുകളില്ല എന്ന് കൃത്യമായി വാദിക്കുകയായിരുന്നു. എന്തായാലും 74 വയസ്സാണ് ഈ വോട്ട് ചെയ്ത അന്നമ്മയ്ക്ക് പ്രായം. അവർ ഇക്കാര്യം പൂർണ്ണമായി നിഷേധിക്കുകയാണ്. തനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ആ വയോധിക പറയുന്നത്. എന്തായാലും BLOയുടെയും അതുപോലെ തന്നെ പോളിംഗ് ഓഫീസർമാരുടെയും മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ശ്രീജിത്ത്, പരാതിക്കാർ ഈ നടപടി കൊണ്ട് അവരിതിൽ സംതൃപ്തരാണോ? പരാതിക്കാർ ഈ നടപടി കൊണ്ട് സംതൃപ്തരല്ല. ഈ വോട്ടടക്കം റദ്ദാക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നടപടിക്കപ്പുറത്തേക്ക് ഇവർക്കെതിരെ കർശനമായ നടപടി, ക്രിമിനൽ കേസടക്കം വേണമെന്ന ഒരു ആവശ്യം ഇതിനകം തന്നെ അവർ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ നടപടിക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ കേസടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അവരും പറയുന്ന ഒരു പരാതിയുമായി അവരും മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മറ്റു തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്.